गुरुर्साक्षात् परं ब्रह्म तस्मै श्री ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. ഇന്നത്തെ ഗുരുവാര പാഠശാലയിൽ നമ്മൾ കാളി നാടകം എന്ന മഹാഗുരുവിൻ്റെ കൃതികളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. 3-ാമത്തെ ആഴ്ചയിലേക്കാണ് കിടക്കുന്നത്. അതായത് കാളി നാടകം എന്നത് ജീവിതം തന്നെ ഒരു നാടകമാണ്. ആ നാടകത്തിൻ്റെ രസകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടത് എങ്ങനെയാണ് എന്നത് മഹാഗുരു നമുക്ക് വരച്ചു കാട്ടിത്തരുന്ന കൃതിയാണിത്. ആ വരച്ചു കാട്ടിത്തരുന്ന കൃതിയുടെ ആ ബ്രഹ്മശക്തിയായ മായയുടെ പ്രതീകമായ കാളിയെ വേണ്ടവണ്ണത്തിൽ മനനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രീ VM വിനു പുതുപ്പള്ളി അവറുകൾ നമ്മളെ 2 ആഴ്ചയായിട്ട് പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സെഷനിലേക്ക്, ആ വിഭാഗത്തിലേക്ക് വിനു സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്കിതിനകത്ത് കൂടിയിരിക്കുന്ന എല്ലാവരെയും, എല്ലാ സഹപഠിതാക്കളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വിനു സാറിനെ നമ്മുടെ ക്ലാസ്സിൻ്റെ സെഷനിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമസ്തേ. നമസ്തേ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്തേ. നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് ആനന്ദവാരിക്കടൽക്കക്കരെ ഭാതഭക്ത പ്രയുക്ത സുതം ശ്രോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചവിക്കൊണ്ട് നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണിക്കുണ്ടലം എന്നുള്ള 4 വരിയുടെ അർത്ഥം നമ്മൾ എഴുതി കഴിഞ്ഞതാണ്. അപ്പോൾ അടുത്ത ലൈനിലേക്ക് നമുക്ക് കടക്കാം. കൊണ്ടൊളിപ്പെട്ടു പൊങ്ങും ഹൃണിക്കങ്കിതം കണ്ട കണ്ണാടിയും നന്മണി ചെമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ട് രണ്ടിന് മുള്ളായി വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിന് എളിഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം. കൊണ്ടൊളിപ്പെട്ടു പൊങ്ങും ഹൃണിക്കങ്കിതം കണ്ട കണ്ണാടിയും, അതായത് എഴുതിക്കൊള്ളുക, അമ്മയുടെ കുണ്ടലങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശകിരണം തട്ടി വിളങ്ങുന്ന സ്ഫടികം പോലുള്ള കവിൾത്തടം. അമ്മയുടെ കുണ്ടലങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശകിരണം തട്ടി വിളങ്ങുന്ന സ്ഫടികം പോലുള്ള കവിൾത്തടം, അത് മാണിക്യരത്നം പോലെ ശോഭിക്കുന്നു. മാണിക്യരത്നം പോലെ ശോഭിക്കുന്നു. സ്ഫടികം പോലുള്ള കവിൾത്തടം, അത് മാണിക്യരത്നം പോലെ ശോഭിക്കും. ചെമ്പരത്തിപ്പൂ പോലും കുമ്പിട്ട് കൂപ്പുന്ന മനോഹരമായ ചുണ്ടുകളാണ് അമ്മയുടേത്. ചെമ്പരത്തിപ്പൂ പോലും കുമ്പിട്ട് കൂപ്പുന്ന മനോഹരമായ ചുണ്ടുകളാണ് അമ്മയുടേത്. മണിച്ചുണ്ട് രണ്ടിനുമുള്ളായി വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിന് എളിഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം. ആ ചുണ്ടുകൾക്കിടയിൽ പളുങ്ക് പോലെ
ആ ചുണ്ടുകൾക്കിടയിൽ പളുങ്ക് പോലെ അഥവാ സ്ഫടികം പോലെ, ആ ചുണ്ടുകൾക്കിടയിൽ പളുങ്ക് പോലെ അഥവാ സ്ഫടികം പോലെ വെൺമുത്തുകളാകുന്ന പൽനിരയാണ് അമ്മയുടേത്. വെൺമുത്തുകളാകുന്ന പൽനിരയാണ് അമ്മയുടേത്. വെൺമുത്തുകളാകുന്ന പൽനിരയാണ് അമ്മയുടേത്. അത് മുത്തു പതിപ്പിച്ച വസ്ത്രത്തെ തോൽപ്പിക്കുന്നതാണ്. മുത്തു പതിപ്പിച്ച വസ്ത്രത്തെ തോൽപ്പിക്കുന്നതാണ്. അത് മുത്തു പതിപ്പിച്ച വസ്ത്രത്തെ തോൽപ്പിക്കുന്നതാണ്. തെളിഞ്ഞെങ്ങനെ അടുത്ത ലൈനിലേക്ക് പോവുകയാണ്. തെളിഞ്ഞിങ്ങനെ പൂർണ്ണചന്ദ്രനുമല്ലൽ കളങ്കം കൊടുക്കും എതിർദ്വന്ദ്വ ശോഭാങ്കുരം വക്രബിംബം കരാളോന്നത ശ്രീകരം ഘോര ദംഷ്ടാദ്വയം ഭീഷണീയം. തെളിഞ്ഞെങ്ങനെ പൂർണ്ണചന്ദ്രനുമല്ലൽ കളങ്കം കൊടുക്കും എതിർദ്വന്ദ്വ ശോഭാങ്കുരം. തെളിഞ്ഞു നിൽക്കുന്ന, എഴുതിക്കൊള്ളുക, തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനും ദുഃഖം കൊടുക്കുന്നതാണ് അമ്മയുടെ മുഖ സൗന്ദര്യം. തെളിഞ്ഞെങ്ങനെ പൂർണ്ണചന്ദ്രനുമല്ലൽ കളങ്കം കൊടുക്കുന്ന എതിർദ്വന്ദ്വ ശോഭാങ്കുരം. ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനും ദുഃഖം കൊടുക്കുന്നതാണ് അമ്മയുടെ മുഖ സൗന്ദര്യം. അടുത്തത് എതിർദ്വന്ദ്വ ശോഭാങ്കുരം. അതിന്റെ അർത്ഥം എതിർത്ത് മത്സരിക്കുന്ന, എതിർത്തു മത്സരിക്കുന്ന കാന്തിക്കുറവിടമായ എതിർദ്വന്ദ്വ ശോഭാങ്കുരം. വക്രബിംബം എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന മുഖം എന്നർത്ഥം. വക്രബിംബം ഓരോ വാക്കുകൾ പറയുന്ന ഓരോ വാക്കുകളിലൂടെ ഇങ്ങനെ ഓരോ അമ്മയെ വർണ്ണിച്ചിരിക്കുന്നത് കൊണ്ടാണ്. വക്രബിംബം തിളങ്ങുന്ന മുഖം. കരാളോന്നത ശ്രീകരം. കരാളോന്നത ശ്രീകരം. ഒന്നുകൂടെ പറയാം. വക്രബിംബം. വക്രബിംബം എന്ന് വെച്ചാൽ തിളങ്ങുന്ന മുഖം. തിളങ്ങുന്ന മുഖം. കരാളോന്നത ശ്രീകരം. അടുത്തത് കരാളോന്നത ശ്രീകരം. കരാളോന്നത ശ്രീകരം. ഘോര ദംഷ്ട്രാദ്വയം എന്ന് വെച്ചാല് ഘോരമായ രണ്ട് വീരപ്പല്ലുകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഘോര ദംഷ്ട്രാദ്വയം. ഘോരമായ, ഭീഷണിപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന രണ്ട് വീരപ്പല്ലുകൾ. അത് ആരെയും ഭയപ്പെടുത്തുന്നതാണ്. അമ്മയുടെ ഭീകരമായിട്ടുള്ള ആ മുഖ വർണ്ണനയാണ് അവിടെ നമ്മളെ കാണിച്ചു തരുന്നത്. അടുത്ത വരികളിലേക്ക് പോകാം. കരേ കങ്കണം കിങ്കിണി സങ്കുലം കിങ്കിരീഭൂത വേതാള കോടി പ്രവാഹം പറന്നട്ടഹാസങ്ങളിട്ടിട്ട് കുന്തം കടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം. കരേ കങ്കണം കിങ്കിണി സങ്കുലം. കിങ്കിരീഭൂത വേതാളകൂളി പ്രവാഹം. അമ്മയുടെ കയ്യിലെ വളകൾ കിലുകിലാ ശബ്ദം ഉണ്ടാക്കുന്നതാണ്. അമ്മയുടെ കയ്യിലെ വളകൾ കിലുകിലാ ശബ്ദം ഉണ്ടാക്കുന്നതാണ്.
കിങ്കരന്മാർ, ഭൂതങ്ങൾ, വേതാളങ്ങൾ, കൂളികൾ. കിങ്കരന്മാർ, ഭൂതങ്ങൾ, വേതാളങ്ങൾ, കൂളികൾ. ഇങ്ങനെയുള്ള പരിവാരങ്ങളുടെ പ്രവാഹമാണ് അമ്മയുടെ ഭടന്മാർ. പരിവാരങ്ങളുടെ പ്രവാഹമാണ് അമ്മയുടെ ഭടന്മാർ. പറന്നട്ടഹാസങ്ങളിട്ടിട്ട് കുന്തം കടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം. അടുത്തതാണ് അമ്മയുടെ പൊട്ടിച്ചിരി. അത് അട്ടഹാസം മുഴക്കുന്ന അതാണ്, ആ ചിരിയാണ്. പറന്നട്ടഹാസങ്ങൾ ഇട്ടിട്ട് അമ്മയുടെ കൈ ശംഖ്, കടഞ്ഞെടുത്ത ശംഖ്, അതിനാണ് എന്ന് വെച്ചാൽ വാള്, കപാലം എന്ന് വെച്ചാൽ തലയോട്ടി എന്നിവ അമ്മ ധരിച്ചിരിക്കുന്നു. പറയാം. അതായത് അട്ടഹാസം മുഴക്കുക. അട്ടഹാസം മുഴക്കുക എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദത്തോടുകൂടി, വലിയ അലർച്ചയോടുകൂടിയുള്ള അട്ടഹാസം മുഴക്കിയാണ് അമ്മ പറന്ന് സഞ്ചരിച്ചു വരുന്നത്. അപ്പം അമ്മയുടെ കയ്യില് കുന്തം, കടഞ്ഞ ശംഖ്, കൃപാണം അഥവാ വാള്, കപാലം അഥവാ തലയോട്ടി എന്നിവ കുറയ്ക്കാം. സാറ് കൂട്ടർത്ഥമാണോ പറയുന്നത് അതോ വാക്കുകളുടെ അർത്ഥമാണോ പറയുന്നത്? വാക്കുകളുടെ അർത്ഥം പറയുന്നത് ചില ഈ വരികളില് നമുക്ക് കൂട്ടർത്ഥം പറയേണ്ട ആവശ്യമില്ല. അമ്മ ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന ആ ആയുധങ്ങളുടെ പേരുകളാണ് പറയുന്നത്. അപ്പൊ അത് കൂട്ടർത്ഥത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അവിടെ അങ്ങനെ അങ്ങ് എഴുതിയാൽ മതിയാവും. അപ്പൊ അട്ടഹാസം മുഴക്കിയാണ് അമ്മ സഞ്ചരിച്ചു വരുന്നത്. അത് മനസ്സിലായല്ലോ. പറന്ന അട്ടഹാസങ്ങൾ ഇട്ടിട്ട്. അടുത്തത് കുന്തം, കടഞ്ഞുള്ള ശംഖ്, കൃപാണം, കപാലം, ഇതെല്ലാം അമ്മ കയ്യിൽ ധരിച്ചിരിക്കുന്നതാണ്. അമ്മയുടെ കയ്യിലെ ആയുധങ്ങളാണ് ഇതെല്ലാം. അതിലെ കൃപാണം എന്ന് വെച്ചാൽ വാള്, കപാലം എന്ന് വെച്ചാൽ തലയോട്ടി, ഇവ അമ്മ ധരിച്ചിരിക്കുന്നു. എഴുതിയോ? അടുത്തതിലേക്ക് പോകാം. ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം, സിംഹനാദത്തിനും ക്ഷീണമുണ്ടാം. ഇടിക്കും പടുത്വം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്കെട്ടുതിക്കും പൊടിക്കായി കൊടുക്കും. ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം. ഭടന്മാർ എതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനമാണ് അമ്മയുടേത്. ഭടന്മാർ എതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനമാണ് അമ്മയുടേത്. കണ്ഠസ്വനം എന്ന് വെച്ചാൽ ശബ്ദം എന്നുള്ള അർത്ഥം. കണ്ഠസ്വനമാണ് അമ്മയുടേത്. ഭടന്മാർ എതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനമാണ് അമ്മയുടേത്. അത് സിംഹനാദത്തിന് പോലും ക്ഷീണമുണ്ടാക്കുന്നതാണ്. അത് സിംഹനാദത്തിന് പോലും ക്ഷീണമുണ്ടാക്കുന്നതാണ്. ഭടന്മാർ എതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനമാണ് അമ്മയുടേത്. അത് സിംഹനാദത്തിന് പോലും ക്ഷീണമുണ്ടാക്കുന്നതാണ്. ഇടിക്കും പടുത്തം കൊടുക്കും പൊട്ടിച്ചിരിക്കെട്ടു ദിക്കും പൊടിക്കായി കൊടുക്കും. അതിന്റെ അർത്ഥം മേഘഗർജനത്തിന് സാമർഥ്യം കൊടുക്കുന്നതാണ് അമ്മയുടെ പൊട്ടിച്ചിരി. ഇടി എന്ന് വെച്ചാൽ ഇടിമുഴക്കം.
അത് മേഘഗർജനത്തിന് പോലും സാമർത്ഥ്യം കൊടുക്കുന്നതാണ് അമ്മയുടെ പൊട്ടിച്ചിരി. മേഘഗർജനത്തിന് പോലും സാമർത്ഥ്യം കൊടുക്കുന്നതാണ് അമ്മയുടെ പൊട്ടിച്ചിരി. അത് 8 ദിക്കും പൊടിക്കുവാൻ ശക്തിയുള്ളതാണ്. 8 ദിക്കുകളെയും പൊടിക്കുവാൻ ശക്തിയുള്ളതാണ്. 8 ദിക്കുകളെയും പൊടിക്കുവാൻ ശക്തിയുള്ളതാണ്. അടുത്ത വരികളിലേക്ക് പോകാം. കടുംപന്ത് കൊങ്കത്തടം താളമേളം പിടിച്ചമ്പരീജാല സംഗീത നൃത്തം തൊടി കിങ്കിണി വേണു വീണാപ്രയോഗം ചെവിക്കൊണ്ട് തങ്കക്കുടക്കൊങ്ക രണ്ടും കളങ്കുങ്കുമീ ബന്ധമാലേയലേപം. കടുംപന്ത് കൊങ്കത്തടം താളമേളം പിടിച്ചമ്പരീജാല സംഗീത നൃത്തം എന്ന് വെച്ചാല് കടുംപന്ത് പോലെയുള്ള, എഴുതിക്കൊള്ളുക, കടുംപന്ത് പോലെയുള്ള കൊങ്കത്തടമാണ് അമ്മയുടേത്. കൊങ്കത്തടമാണ് അമ്മയുടേത്. കടുംപന്ത് പോലെയുള്ള കൊങ്കത്തടമാണ് അമ്മയുടേത്. താളം പിടിച്ച് ശരീരബോധം മറന്നുള്ള നൃത്തമാണ്. താളം പിടിച്ച് ശരീരബോധം മറന്നുള്ള നൃത്തമാണ്. അത് ദേവശ്രീകളുടെ നൃത്തത്തിന് തുല്യമാണ്. അത് ദേവശ്രീകളുടെ നൃത്തത്തിന് തുല്യമാണ്. ശരീരബോധം മറന്നുള്ള നൃത്തമാണത്. ദേവശ്രീകളുടെ നൃത്തത്തിന് തുല്യമാണ്. തുടി, കിങ്കിണി, ഓടക്കുഴൽ, വീണ. തുടി, കിങ്കിണി, ഓടക്കുഴൽ, വീണ. ഈ വാദ്യങ്ങളെല്ലാം അമ്മ ചെവിക്കൊണ്ട് നിൽക്കുന്നു. ഈ വാദ്യങ്ങളെല്ലാം അമ്മ ചെവിക്കൊണ്ട് നിൽക്കുന്നു. തുടി, കിങ്കിണി, ഓടക്കുഴൽ, വീണ. ഈ വാദ്യങ്ങളെല്ലാം അമ്മ ചെവിക്കൊണ്ട് നിൽക്കുന്നു. അമ്മയുടെ കൊങ്കത്തടം ബ്രാക്കറ്റിൽ മാറിടം എന്ന് എഴുതാം. അമ്മയുടെ കൊങ്കത്തടം അഥവാ മാറിടം ചന്ദനവും കുങ്കുമവും കൂട്ടിയുള്ള ലേപനത്താൽ ആലേപനം ചെയ്തിരിക്കുന്നു. ലേപനത്താൽ, ചന്ദനവും കുങ്കുമവും കൂട്ടിയുള്ള ലേപനത്താൽ ആലേപനം ചെയ്തിരിക്കുന്നു. അലേയലേപം. അടുത്ത വരിയിലേക്ക് പോകാം. പളുങ്കൊത്ത മുത്തുപ്പടം കൽപ്പവൃക്ഷത്തലം പൂങ്കുലക്കൊത്ത് കോർത്തിട്ടുമാല കളങ്കാവിഹീനം കലാപിച്ചുമേതാൻ അലങ്കാര ബന്ധങ്ങളും മറ്റുമുള്ളോർ. പളുങ്കൊത്ത മുത്തുപ്പടം കൽപ്പവൃക്ഷത്തലം പൂങ്കുലക്കൊത്ത് കോർത്തിട്ട്, എഴുതിക്കൊള്ളുക, പളുങ്കൊത്ത മുത്തു പതിപ്പിച്ച വസ്ത്രം ധരിച്ച്, പളുങ്കൊത്ത മുത്തു പതിപ്പിച്ച വസ്ത്രം ധരിച്ച് പളുങ്കൊത്ത മുത്തു പതിപ്പിച്ച വസ്ത്രം ധരിച്ച് ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന കണക്ക് അമ്മ നിലകൊള്ളുന്നു. ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന നിലക്ക് അമ്മ നിലകൊള്ളുന്നു, അല്ലെങ്കിൽ നൽകുന്ന കണക്ക് അമ്മ നിലകൊള്ളുന്നു. കൽപ്പവൃക്ഷത്തിന്റെ
കൽപ്പവൃക്ഷത്തിന്റെ പൂങ്കുലകൾ ഇറുത്ത് കോർത്ത കൽപ്പവൃക്ഷത്തിന്റെ പൂങ്കുലകൾ ഇറുത്ത് കോർത്ത മാല അമ്മ അണിഞ്ഞിരിക്കുന്നു. കൽപ്പവൃക്ഷത്തിന്റെ പൂങ്കുലകൾ ഇറുത്ത് കോർത്ത മാല അമ്മ അണിഞ്ഞിരിക്കുന്നു. ഇത് കളങ്കമില്ലാത്തതാണ്. ഇത് കളങ്കമില്ലാത്തതാണ്. ഇത് കളങ്കമില്ലാത്തതാണ്. എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും അന്യോന്യം ചേർന്ന് കിടക്കുന്നു. എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും അന്യോന്യം ചേർന്ന് കിടക്കുന്നു. സർവാഭരണ വിഭൂഷിതയായി വിളങ്ങുന്ന അമ്മയുടെ മഹത്വം പറയുവാൻ ആരും ശക്തരല്ല. സർവാഭരണ വിഭൂഷിതയായി വിളങ്ങുന്ന അമ്മയുടെ മഹത്വം പറയുവാൻ ആരും ശക്തരല്ല. അടുത്ത വരിയിലേക്ക് പോകാം. പിടിക്കുള്ളടക്കി കൊടുക്കും വയറ്റിൻ അടിക്കോമനപ്പൂ മണിപ്പട്ടുടുത്ത മുടിച്ചിക്കു കച്ചപ്പുറം വെച്ചിറക്കി കടിക്കാമ വണ്ടിക്കുടത്തി നിഴിഞ്ഞ്. പിടിക്കുള്ളടക്കി കൊടുക്കും വയറ്റിൻ അടിക്കോമനപ്പൂ മണിപ്പട്ടുടുത്ത്. എഴുതിക്കൊള്ളുക. ഒരു പിടിക്കുള്ളിൽ അടക്കാൻ കഴിയുന്നതാണ് അമ്മയുടെ കൃശമായിരിക്കുന്ന ഉദരം. ആ ഉദരത്തിന്റെ തുടർച്ചയായി അരക്കെട്ട് ഓമനപ്പൂ മണിപ്പട്ടുകൊണ്ട് മറച്ചിരിക്കുന്നു അഥവാ ഉടുത്തിരിക്കുന്നു. ഓമനപ്പൂ മണിപ്പട്ടുകൊണ്ട് മറച്ചിരിക്കുന്നു അഥവാ ഉടുത്തിരിക്കുന്നു. ഓമനപ്പൂ മണിപ്പട്ടുകൊണ്ട് മറച്ചിരിക്കുന്നു അഥവാ ഉടുത്തിരിക്കുന്നു. ചിക്കിയിട്ടിരിക്കുന്ന മുടിയുടെ അടിഭാഗം കച്ചപ്പുറം കൊണ്ട് ഇറുക്കി ഉറപ്പിച്ചിരിക്കുന്നു. ചിക്കിയിട്ടിരിക്കുന്ന മുടിയുടെ അടിഭാഗം കച്ചപ്പുറം കൊണ്ട് ഇറുക്കി ഉറപ്പിച്ചിരിക്കുന്നു. കാമദേവന്റെ തേരിലെ ചക്രത്തിന്റെ കുടത്തിൽ നിന്നും ആരക്കാലുകൾ പോലെ
ആരക്കാലുകൾ പോലെ കാമദേവന്റെ തേരിലെ ചക്രത്തിന്റെ കുടത്തിൽ നിന്നും ആരക്കാലുകൾ പോലെ ഇറങ്ങി വന്നിരിക്കുന്ന കാമദേവന്റെ കുടത്തിലെ കാമദേവന്റെ തേരിലെ ചക്രത്തിന്റെ കുടത്തിൽ നിന്നും ആരക്കാലുകൾ പോലെ ഇറങ്ങി വന്നിരിക്കുന്ന ആ മനോഹരമായ തുടക്കാമ്പുകൾ തുമ്പിക്കരത്തെ പോലും തോൽപ്പിക്കുന്നതാണ്. തുമ്പിക്കരത്തെ പോലും തോൽപ്പിക്കുന്നതാണ്. അടുത്ത ലൈനിലേക്ക് പോകാം. അനങ്കന്റെ തൂണീരമോടേറ്റു തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നും കണങ്കാലടിക്കച്ചവം തോറ്റുതോയെ തപസ്സിന് പോകുന്ന പാദാഗ്രശോഭം. കാമദേവന്റെ ആവനാഴിയോട് മത്സരിച്ച് പിണങ്ങി ജയിക്കുന്നതാണ് അമ്മയുടെ കണങ്കാൽ. കാമദേവന്റെ ആവനാഴിയോട് മത്സരിച്ച് പിണങ്ങി ജയിക്കുന്നതാണ് അമ്മയുടെ കണങ്കാൽ. അടുത്ത് ആമയുടെ തോടിനേക്കാൾ ഭംഗിയുള്ള അമ്മയുടെ പാദങ്ങൾ കണ്ടിട്ട് ആമ തോറ്റ് വെള്ളത്തിലേക്ക് തപസ്സിന് പോയി. വെള്ളത്തിനടിയിലേക്ക് തപസ്സിന് പോയി. ആമ തോറ്റ് വെള്ളത്തിലേക്ക് തപസ്സിന് പോയി. ആമയുടെ തോടിനേക്കാൾ ഭംഗിയുള്ള അമ്മയുടെ പാദങ്ങൾ കണ്ടിട്ട് ആമ തോറ്റ് വെള്ളത്തിലേക്ക് തപസ്സിന് പോയി. അടുത്ത വരിയിലേക്ക് പോകാം. കണങ്കാലടിത്താമരപ്പൂവിലോലം കളിക്കുന്ന പൂന്തേൻ നുകർന്നാർത്തമോദം വിളങ്ങുന്ന ദേവാംഗനാഗാനമേളം കളം വീണ നാനാവിധം വാദ്യഭേദം. അമ്മയുടെ കണങ്കാലടിയാകുന്ന താമരപ്പൂവിൽ നിന്നും ഉതിർന്നു വരുന്ന പൂന്തേൻ നുകർന്നിട്ട് അമ്മയുടെ കണങ്കാലടിയാകുന്ന താമരപ്പൂവിൽ നിന്നും ഉതിർന്നു വരുന്ന പൂന്തേൻ നുകർന്നിട്ട് ദേവസ്ത്രീകൾ ഗാനമേളം നടത്തുന്നു.
ഗാനമേളം നടത്തുന്നു. ദേവസ്ത്രീകൾ ഗാനമേളം നടത്തുന്നു. മനോഹരമായ വീണയും മറ്റ് നാനാവിധത്തിലുള്ള വാദ്യങ്ങളോടും കൂടിയാണ് ഗാനമേളം നടത്തുന്നത്. മനോഹരമായ വീണയും മറ്റു നാനാവിധത്തിലുള്ള വാദ്യങ്ങളോട് കൂടിയാണ് ഗാനമേളം നടത്തുന്നത്. ദേവസ്ത്രീകൾ നടത്തുന്ന ഗാനമേളത്തെ കുറിച്ചാണ് പറയുന്നത്. മനോഹരമായ വീണയും മറ്റു നാനാവിധത്തിലുള്ള വാദ്യമേളങ്ങളോട് കൂടിയാണ് ഗാനമേളം നടത്തുന്നത്. അടുത്ത വരികളിലേക്ക് പോകാം. ശ്രവിച്ചും സഖീചാരു നര്യാണി തന്നിൽ ചണത്കാരപൂരം വഹിച്ചും നടന്നും മുദാശോഭ കൈലാസ ശൃംഗേലസിച്ചും സദാ ദേവനാരീ സമക്ഷം വഹിച്ചും. എഴുതിക്കൊള്ളുക. ഇവയെല്ലാം കേട്ടിട്ട് സഖിയുടെ ചാരുതയാർന്ന കാൽച്ചിലമ്പ് കെട്ടുന്ന ഇടത്തിൽ കാൽച്ചിലമ്പൊലി നാദത്തോടുകൂടി എപ്പോഴും ശോഭിതയായി കൈലാസ ശൃംഗത്തിൽ പരിലസിച്ചും ദേവനാരികളെല്ലാം അമ്മയുടെ സമീപത്ത് ചേർന്ന് നിൽക്കുന്നു. അടുത്ത വരികളിലേക്ക് പോകാം. നമിച്ചും സുരന്മാർ വഹിച്ചും കടാക്ഷം ഗമിച്ചും നിജാനന്ദമൂടാവിരാശ വിധിക്കുള്ള കാമം ലഭിച്ചും പദാന്തേ ഭജിച്ചും സദാവാസദേശേ വസിച്ചും സുഖിച്ചും. ദേവന്മാർ എഴുതിക്കൊള്ളുക. ദേവന്മാർ അമ്മയെ നമിക്കുകയും അമ്മയുടെ കടാക്ഷത്തെ സ്വീകരിക്കുകയും ചെയ്തു. ആവിർഭവിക്കുന്ന ആഗ്രഹങ്ങളെയെല്ലാം അമ്മ സാധിച്ചു കൊടുക്കുന്നു. അമ്മയുടെ വാസസ്ഥലമായ കൈലാസത്തിൽ
ഭജിച്ചും സുഖിച്ചും വാഴുന്നു. ഭജിച്ചും സുഖിച്ചും വാഴുന്നു. അമ്മയുടെ വാസസ്ഥലമായ കൈലാസത്തിൽ ഭജിച്ചും സുഖിച്ചും വാഴുന്നു. അടുത്ത വരികളിലേക്ക് പോകാം. രമിച്ചും സ്വകാര്യേശ്വലം സംഭ്രമിച്ചങ്കുരിച്ചത്തലും മൂലമാക്കി വിളങ്ങുന്നിവണ്ണം ഭവതൃക്കടക്കൺ ചുടിച്ചൊന്നു നോക്കായിക മൂലം കൃപാലോ നമസ്തേ നമസ്തേ. രമിച്ചും സ്വകാര്യേശ്വലം സംഭ്രമിച്ച് അങ്കുരിച്ചത്തലും മൂലമാക്കി. എഴുതിക്കൊള്ളുക. ഇപ്രകാരം സന്തോഷിച്ച് സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വാർത്ഥ ചിന്തകളാൽ ദേവന്മാർക്ക് ദുഃഖമുണ്ടായി. ഇപ്രകാരം സന്തോഷിച്ച് സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വാർത്ഥ ചിന്തകളാൽ ദേവന്മാർക്ക് ദുഃഖമുണ്ടായി. ദേവന്മാര് അപ്പൊ സ്വാർത്ഥ ചിന്ത ഉള്ളവരാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്രകാരം സന്തോഷിച്ച് സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വാർത്ഥ ചിന്തകളാൽ ദേവന്മാർക്ക് ദുഃഖമുണ്ടായി. അമ്മയുടെ തൃക്കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം ലഭിക്കാത്തതാണ് ഈ ദുഃഖത്തിന് കാരണമായി ഭവിച്ചത്. അമ്മയുടെ തൃക്കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം ലഭിക്കാത്തതാണ് ഈ ദുഃഖത്തിന് കാരണമായി ഭവിച്ചത്. അമ്മയുടെ തൃക്കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം ലഭിക്കാത്തതാണ് ഈ ദുഃഖത്തിന് കാരണമായി ഭവിച്ചത്. അടുത്ത ലൈനിലേക്ക് പോകാം. നമസ്തേ മഹാഘോര സംസാര വാരാന്യതിക്കക്കരക്കേറുവാൻ തൃപ്പദത്താലിണക്കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ലംബകാരുണ്യരാശേ. മഹാഘോരമായിരിക്കുന്ന സംസാര വാരാന്യതിക്കക്കരക്കേറുവാൻ അഥവാ കടക്കുവാൻ അഥവാ കടക്കുവാൻ അമ്മയുടെ തൃപ്പാദങ്ങളാകുന്ന കപ്പലല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. മഹാഘോരമായിരിക്കുന്ന സംസാര വാരാന്യതിക്കക്കരെ കയറുവാൻ അഥവാ കടക്കുവാൻ അമ്മയുടെ തൃപ്പാദങ്ങളാകുന്ന കപ്പലല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. അത് എഴുതിയതിനു ശേഷം അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളുക. ഈ സംസാര വാരാന്യതിക്കക്കരെ എന്നുള്ളതിന്റെ ആ ഒരു അർത്ഥം ജനന മരണങ്ങളാകുന്ന ജീവിതസാഗരം കടക്കുവാൻ വേറെ ആശ്രയമൊന്നുമില്ല. അത് ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളുക. ജനന മരണങ്ങളാകുന്ന ജീവിതസാഗരം കടക്കുവാൻ വേറെ ആശ്രയമൊന്നുമില്ല. അടുത്ത വരിയിലേക്ക് പോകാം. നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിണത്തേൻ കടാക്ഷം ലഭിപ്പാനണഞ്ഞൻ പദാംബോജ വൈമുഖ്യമെന്നിൽ പിണഞ്ഞിടുള്ള നമസ്തേ നമസ്തേ നമസ്തേ. എഴുതിക്കൊള്ളുക. ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കുന്ന അമ്മയുടെ കണ്ണിണകളിൽ നിന്നും ഒഴുകുന്ന
ആഗ്രഹിക്കുന്നതെന്തും കൊടുക്കുന്ന അമ്മയുടെ കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന തേനാകുന്ന കടാക്ഷം, തേനാകുന്ന കടാക്ഷം ലഭിക്കുന്നതിനാണ് ഭക്തന്മാരെത്തുന്നത്. ലഭിക്കുന്നതിനാണ് ഭക്തന്മാരെത്തുന്നത്. അമ്മയുടെ പാദങ്ങളാകുന്ന അംബുജത്തെ ഭജിക്കുവാൻ എനിക്ക് ഒരു പ്രയാസവും ഉണ്ടാകാതെ നോക്കിയിടണമേ അമ്മേ. നമസ്തേ 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 നമസ്തേ. അമ്മയുടെ പാദങ്ങളാകുന്ന അംബുജത്തെ ഭജിക്കുവാൻ എനിക്ക് ഒരു പ്രയാസവും ഉണ്ടാകാതെ നോക്കിയിടണമേ അമ്മേ. നമസ്തേ നമസ്തേ നമസ്തേ. അടുത്ത വരികളിലേക്ക് പോകാം. പണം പെണ്ണിലും മണ്ണിലും ചെന്നു ബുക്കാശ്വസിച്ചാത്തമോദം ഗുണം കെട്ടു ദുഃഖിച്ചു പോവാൻ അയക്കൊല്ലകം ദേഹമെന്നോർത്ത് സത്വാദിയാം മുക്കുണം പെട്ടോരു മായാവിലാസം ക്ഷണക്ഷീണ ലോക പ്രപഞ്ച പ്രവാഹം ക്ഷണജ്യോതിരാചന്ദ്രതാരം നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ. എഴുതിക്കൊള്ളുക. പണം, പെണ്ണ്, മണ്ണ് ഇവയാണ്. പണം, പെണ്ണ്, മണ്ണ് ഇവയാണ്. പണം, പെണ്ണ്, മണ്ണ് ഇവയാണ് ഏറ്റവും വലുത് എന്ന് കരുതി ചിന്തിച്ച് ഇവയിൽ ലയിച്ചാൽ, പണം, പെണ്ണ്, മണ്ണ് ഇവയാണ് ഏറ്റവും വലുത് എന്ന് കരുതി ചിന്തിച്ച് ഇവയിൽ ലയിച്ചാൽ നന്മയെല്ലാം നശിച്ച് ദുഃഖത്തിൽ അകപ്പെട്ടു പോകുവാൻ ഇടയാക്കരുതേ. നന്മയെല്ലാം നശിച്ച് ദുഃഖത്തിൽ അകപ്പെട്ടു പോകുവാൻ ഇടയാക്കരുതേ. അടുത്തത്, ഞാൻ എന്നുള്ളത് ദേഹമാണെന്ന് ഭ്രമിച്ച് സത്വ രജസ് തമസ്, സത്വ കോമ രജസ് കോമ തമസ് എന്നീ സത്വ രജസ് തമസ് എന്നീ ഗുണങ്ങളാകുന്ന മൂന്ന് കയറുകൊണ്ടുള്ള കെട്ടിലകപ്പെട്ട് വന്നു ചേർന്ന ഒരു ഇന്ദ്രജാലമാണ് ഈ സംസാരം. ഞാൻ ദേഹമാണെന്ന് ഭ്രമിച്ച് സത്വ രജസ് തമസ് എന്നീ ഗുണങ്ങളാകുന്ന മൂന്ന് കയറുകൊണ്ടുള്ള കെട്ടിലകപ്പെട്ട് വന്നു ചേരുന്ന ഒരു ഇന്ദ്രജാലമാണ് ഈ സംസാരം. പൂർണ്ണമായിട്ടുള്ള വേദാന്തമാണ്. നമ്മളത് കൃത്യമായിട്ട് അതിനെ മനനം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നത്. അതാണ് നമുക്ക് പഠിക്കുവാനുള്ളത്.
ഞാൻ ദേഹമാണെന്ന് ഭ്രമിച്ച് സത്വ രജസ് തമസ് എന്നീ ഗുണങ്ങളാകുന്ന 3 കയറുകൊണ്ടുള്ള കെട്ടിലകപ്പെട്ട് വന്നു ചേരുന്ന ഒരു ഇന്ദ്രജാലമാണ് ഈ സംസാരം. അടുത്തത് അതിന്റെ ബാക്കിയായിട്ടുള്ളതാണ്. ക്ഷണനേരം കൊണ്ട് ക്ഷയിക്കുന്നതാണ് ഈ സംസാര യാത്ര. ക്ഷണനേരം കൊണ്ട് ക്ഷയിക്കുന്നതാണ് ഈ സംസാര യാത്ര. ക്ഷണനേരം കൊണ്ട് ക്ഷയിക്കുന്നതാണ് ഈ സംസാര യാത്ര. നമ്മൾ പഠിക്കുന്നതാണ്. നേർക്കുമള പോലെ നിലയറ്റതാകുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നു. അതുതന്നെയാണ് ഈ സംസാര യാത്ര. ക്ഷണനേരം കൊണ്ട് ക്ഷയിക്കുന്നതാണ് ഈ സംസാര യാത്ര. മിന്നൽ പ്രഭ പോലെ ക്ഷണികമാണ്. മിന്നൽ പ്രഭ പോലെ ക്ഷണികമാണ്. മിന്നൽ പ്രഭ പോലെ ക്ഷണികമാണ്. ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ള ഇടത്തോളം, ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ള ഇടത്തോളം അവിടത്തേക്ക് നമസ്കാരം. ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ള ഇടത്തോളം അവിടത്തേക്ക് നമസ്കാരം. അല്ലയോ ശിവാംബ, അല്ലയോ ശിവാംബ, അവിടത്തേക്ക് നമസ്കാരം. അല്ലയോ ശിവാംബ, അവിടത്തേക്ക് നമസ്കാരം. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മുടെ ഈ ജ്ഞാനാമൃതം ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും എഴുതി വിട്ടുപോയതോ വല്ലതും ഉണ്ടെങ്കിൽ ഇനി പറയാവുന്നതാണ്. എഴുതി കഴിഞ്ഞെന്ന് കരുതുന്നു. ആരും ഒന്നും പറയുന്നില്ല. എഴുതി കഴിഞ്ഞോ എല്ലാവരും? എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇവിടെ എഴുതിയ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും പറയാവുന്നതാണ്. നമുക്ക് തെളിഞ്ഞിങ്ങനെ പൂർണ്ണചന്ദ്രനുമല്ലൽ അവിടം തൊട്ട് ആ ഘോര ദംഷ്ട്രാദ്വയം ഭീഷണിയും അതൊന്നും കൂടെ ഒന്ന് പറയാമോ? തെളിഞ്ഞെങ്ങനെ നോക്കാം. തെളിഞ്ഞെങ്ങനെ പൂർണ്ണചന്ദ്രനുമല്ലൽ കളങ്കം കൊടുക്കും എതിർദ്വന്ദ്വ സ്വഭാങ്കുരം പത്രബിംബം കരാളോന്നത ശ്രീകരം ഘോരദംഷ്ട്രാദ്വയം ഭീഷണീയം. തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനും എഴുതോ വിട്ടുപോയെങ്കിൽ എഴുതിക്കൊള്ളുക. സാറ് പറഞ്ഞു അത് നോക്കാന്. തെളിഞ്ഞെങ്ങനെ
പൂർണ്ണചന്ദ്രനും, അതായത് തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനും ദുഃഖം കൊടുക്കുന്നതാണ് അമ്മയുടെ മുഖ സൗന്ദര്യം. അത്ര എഴുതി. ആ, ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് അതിവിടെ ഓരോ വാക്കുകൾ കൊണ്ട് ഈ അമ്മയുടെ വർണ്ണന നടത്തുന്നത് കൊണ്ടാണ് അത് ഒരു കൂട്ടർത്ഥത്തിൽ വരാതിരിക്കുന്നത്. തെളിഞ്ഞങ്ങനെ പിന്നെ വന്നിട്ട് വക്രബിംബം. വക്രബിംബം എന്ന് വെച്ചാല് തിളങ്ങുന്ന മുഖം. തിളങ്ങുന്ന മുഖം. കരാളോന്നത ശ്രീകരം. കരാളോന്നത ശ്രീകരം എന്ന് പറഞ്ഞാല് ഭയാനകമായി ഉയർന്ന് ശോഭിച്ചു നിൽക്കുന്ന. അത് തന്നെ അത് തന്നെ അത് തന്നെ. പിന്നെ ഘോര ദംഷ്ട്രാദ്വയം. പല്ലാണ്, വീരപ്പല്ലുകളാണ്. അത് ഭീഷണിപ്പെടുത്തുന്നതാണ്. അമ്മയുടെ ആ മുഖം ഇതിനെ അതോടെ വർണ്ണിക്കുന്നത് കൊണ്ട് അത് ഒറ്റ ഒരു കൂട്ടർത്ഥം പോലെ വരേണ്ട ആവശ്യമില്ല. ഓരോ വാക്കുകളുടെ അർത്ഥം എടുത്താൽ അവിടെ തീരും. അതുകൊണ്ടാണ്. അതിന്റെ അടുത്തും കൂടെ ഒന്ന് പറയാമോ? അട്ടഹാസം മുഴക്കി. പറയാം. കരാളോന്നത കരേ കങ്കണം കിങ്കിണി സങ്കുലം കിങ്കിരി ഭൂത വേതാള കൂളി പ്രവാഹം പറന്ന് അട്ടഹാസങ്ങൾ ഇട്ടിട്ട് കുന്തം കടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം. അതായത് കയ്യിലെ വളകൾ, കരേ എന്ന് വെച്ചാൽ കയ്യിലെ വളകൾ, കങ്കണം വളകൾ കിങ്കിണി സങ്കുലമാണ്. അത് കിലികിലികില എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നതാണ്. അതാണ് കിലികില ശബ്ദം ഉണ്ടാക്കുന്നതാണ് കിങ്കിണി സങ്കുലം. കിങ്കിരി ഭൂത വേതാള കൂളി പ്രവാഹം എന്ന് വെച്ചാൽ അമ്മയുടെ പരിവാരങ്ങളായിരിക്കുന്ന കിങ്കരന്മാര്, ഭൂതങ്ങള്, വേതാളങ്ങളെ, കൂളികള്, ഇങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് അമ്മയുടെ ഭടന്മാര്. പിന്നെ പറന്നട്ടഹാസങ്ങളിട്ട് അമ്മയുടെ സഞ്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗതയാണ്, ഭയങ്കര വേഗതയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് പറന്ന് അട്ടഹാസങ്ങൾ ഇട്ടിട്ട്. അപ്പൊ ഈ കിങ്കരന്മാരും ഭൂതങ്ങളും വേതാളികളും ഒക്കെ ആയിട്ട് ഉള്ള അമ്മയുടെ വരവ് പരിവാരങ്ങളോട് കൂടിയാണ്. അതാണ് പറന്ന് അട്ടഹാസങ്ങൾ ഇട്ടിട്ട്, വലിയ ശബ്ദ കോലാഹലങ്ങളോട് കൂടിയാണ് പറന്ന് അട്ടഹാസങ്ങൾ ഇട്ടിട്ട്. പിന്നെ പറയുന്നത് കുന്തം, അത് അമ്മയുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ പേരാണ് പറയുന്നത്, കുന്തം. പിന്നെ അമ്മയുടെ കയ്യിൽ കടഞ്ഞുള്ള ശംഖുണ്ട്, മനോഹരമായ ശംഖ്. പിന്നെ കൃപാണം, അതായത് വാള്, കപാലം, തലയോട്ടി, ഇവയെല്ലാമാണ് അമ്മ ധരിച്ചിരിക്കുന്നത്. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കൊന്നും ചോദിക്കാനില്ല എന്ന് തോന്നുന്നു. സാറേ പറഞ്ഞോളൂ. ആമത്തോടിനെ പാദത്തോട് സാർ ഉപമിച്ചതായിട്ട് നോട്ടിൽ പറഞ്ഞല്ലോ. നിതംബത്തോടാണ് ഉപമിക്കാറ്. നിതംബത്തോടാണ് ആമയുടെ തോടിന് സാധാരണ ഉപമിച്ച് കണ്ടിട്ടുള്ളത്. ഇവിടെ പാദത്തോട് ഉപമിച്ച് അങ്ങനെ ആണോ എന്നൊരു സംശയം. അത് അവിടെ പാദാബ്ജം എന്നല്ലേ പറയുന്നത്, അല്ലേ? പാദാഗ്രങ്ങളുടെ ശോഭ കണ്ടിട്ട് ആമ വെള്ളത്തിലേക്ക് തപസ്സിന് പോയി. പാദാഗ്ര ശോഭ കണ്ടിട്ടാ. ചിലയിടത്ത് ഇനി ഏതെങ്കിലും വ്യാഖ്യാനങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രധാനമായിട്ട് നമുക്ക് ബാലകൃഷ്ണൻ സാറിന്റെ ഈ വ്യാഖ്യാന പുസ്തകങ്ങളിലും അതുപോലെ നമ്മുടെ മുനി നാരായണ പ്രസാദ്
നമ്മുടെ ഗുരുകുലത്തിലെ സ്വാമിജി എഴുതിയിരിക്കുന്ന വ്യാഖ്യാനങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ആമ ഈ പാദാഗ്രശോഭ കണ്ടിട്ട് തോറ്റ് തപസ്സിന് പോയതായിട്ടാണ് പറയുന്നത്. ശരി സാർ, ശരി ശരി. സാറേ അതെങ്ങനെയാണ് ആമയുടെ പുറന്തോടിന്റെ വടിവ് പോലെ കാലിന്റെ ഉള്ളംകാല് വളഞ്ഞിരിക്കുന്ന അതിന്റെ അർത്ഥം വരുന്നത്? അതെ, അത് തന്നെ അതാണ് കാലിന്റെ ഭംഗിയാണ്, പാദത്തിന്റെ ഭംഗിയാണ്. അതാ ഉള്ളംകാല് തോടുപോലെയുള്ള പാദം, അതാണ് അതാ സത്യം. അത് ഇപ്പൊ നമുക്കതിന്റെ പൂർണ്ണമായിട്ടുള്ള, ഞാനത് തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൊടുക്കുവാനായിട്ട് ലോകത്താർക്കും കഴിയും തോന്നുന്നില്ല. കാരണം ഇത് ശ്രുതിവാക്യമാണല്ലോ. ഇത് വേദങ്ങളും ഉപനിഷത്തുകളുടെയും പ്രോക്തമാണ്, ഗുരുവിന്റെ ജ്ഞാനാമൃതങ്ങൾ. അപ്പൊ അതിനെ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞു തരാനോ ഒന്നും കഴിയില്ല. നമ്മളത് മനനം ചെയ്യും തോറും നമ്മുടെ ഉള്ളിലേക്ക് അത് വരും. അതാണ് ഞാൻ പറഞ്ഞതിന് തുടക്കത്തിലെ പറഞ്ഞത്, ഇത് ആനുഭൂതികമാകണം. ആനുഭൂതികമാകുമ്പോഴാണ് നമുക്കിതിന്റെ അതിന്റെ അർത്ഥതലങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്നെത്തുള്ളൂ. ആനുഭൂതികമാകണം. സാധാരണ ഒരു കവിത വായിക്കുന്ന പോലെയുള്ള ഒരു പഠനത്തിൽ കൊണ്ട് ഇത് നമുക്കൊന്നും എത്തില്ല. ഇതിന്റെ യഥാർത്ഥത്തിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുന്നില്ല. ഇത് ചെല്ലണമെങ്കിൽ അതാണ് സംസാര വാരാന്യതിക്ക് അക്കരെ കയറുവാനുള്ള ആ ഒരു ശ്രമമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ സംസാര വാരാന്യതി എങ്ങനെ കിടക്കണമെന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നത്. അപ്പോ അത് നമ്മൾ ചെറിയ ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇതാവും. അത് പൂർണ്ണമായിട്ടും ഇതിന്റെ ഒരു വ്യാഖ്യാനത്തെ സംബന്ധിക്കുന്ന അതിന്റെ അത്തരത്തിലുള്ള ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ഒരു ഉപമയും അതുപോലെ തന്നെ അതിന്റെ ഉദാഹരണങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ അത് പൂർണ്ണമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഓക്കെ, നമസ്തേ, അവസാനിപ്പിക്കാം. ഞാൻ തന്നെ സമർപ്പിച്ചാൽ മതിയോ സുധീഷ് സാറെ? ഓക്കെ.
പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ സാർ.